പല കാര്യങ്ങളും നമ്മൾക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കുവാനോ അത് കാണിച്ചു കൊടുക്കുവാനോ സാധിക്കുകയില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കറണ്ട്, അതുപോലെ തന്നെ ഈ വായു, ഇതൊന്നും നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുവാൻ, ഇതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കില്ല. മറിച്ച് എന്താണ് ചെയ്യുന്നത്? നമുക്കതിനെ അനുഭവിക്കുവാൻ സാധിക്കും. കറണ്ട് കമ്പിയിൽ തൊടുകയാണെങ്കിൽ ഷോക്ക് അടിക്കും. അതൊരു അനുഭവമാണ്, അത് നേരിട്ടുള്ള ഒരു അനുഭവമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാവരും യുക്തിവാദികളായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? ദൈവത്തെ നിരാകരിക്കുക, ദൈവം ഇല്ല എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് എല്ലാവർക്കും ഊന്നി പറയുവാൻ താല്പര്യം. അപ്പോൾ ഇങ്ങനെയുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ദൈവമുണ്ട് എന്നുള്ളതിന് പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് എന്ത് തെളിവാണുള്ളത്? മരിച്ചവർ ആരെങ്കിലും ഉയർത്തു വന്നിട്ടുണ്ടോ? അങ്ങനെ അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദൈവമില്ല എന്ന് സ്ഥാപിച്ചെടുക്കുവാനാണ് ഓരോരുത്തരുടെയും താല്പര്യം. അപ്പോൾ പ്രാചീനമായിട്ടുള്ള ജനങ്ങൾ അവർക്ക് ഈ ദൈവ സങ്കല്പം ഉണ്ടായിരുന്നു. ദൈവത്തെ അവർ പല രീതിയിൽ ആരാധിച്ചിരുന്നു. അങ്ങനെ അതിന് രൂപമാറ്റം വന്നുവെന്നാണ് ഇന്ന് നമ്മളായിരിക്കുന്ന ഒരു ദൈവിക സങ്കല്പത്തിലായിരിക്കുന്നത്. അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുകയാണ്: ദൈവത്തെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു ചോദ്യം. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. എന്നും ജോലി കഴിഞ്ഞ് അയാൾ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ആ വീടിന് ചുറ്റും കുറേ നായ്ക്കൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടാകും. അദ്ദേഹം ആ നായ്ക്കൾക്ക് എല്ലാ ദിവസവും ബിസ്ക്കറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ നായ്ക്കൾക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ വൈകി വരികയാണ്. വൈകി വന്നപ്പോൾ അദ്ദേഹത്തിന് അന്ന് ബിസ്ക്കറ്റ് മേടിക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹം വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ എല്ലാ നായ്ക്കളും അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇപ്പോഴും ബിസ്ക്കറ്റ് കിട്ടുമെന്ന് വിചാരിച്ച്. അദ്ദേഹം ചിന്തിച്ചു, ഏതായാലും ഇന്നിന് ഇത്രയും സമയമായി, ഇന്ന് ബിസ്ക്കറ്റ് കൊടുക്കുവാനുമില്ല. അതുകൊണ്ട് അദ്ദേഹം അവയെ നോക്കിയിട്ട് വീട്ടിലേക്ക് കയറിപ്പോയി. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജനാലയിലൂടെ നോക്കുമ്പോൾ ആ നായ്ക്കളൊക്കെ അവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ വിഷമമായി. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ വീട്ടിലുള്ള കുറച്ച് ബിസ്ക്കറ്റും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എടുത്ത് ആ നായ്ക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടി പുറത്തേക്ക് വന്നു. പക്ഷെ പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു നായ്ക്കുട്ടി ഒഴികെ ബാക്കി എല്ലാ നായ്ക്കളും പോയിരുന്നു. അദ്ദേഹത്തിന് വളരെ ആശ്ചര്യമായി. നിന്റെ കൂടെയുള്ള ബാക്കി എല്ലാ നായ്ക്കളും പോയല്ലോ, നീ എന്തുകൊണ്ടാണ് പോകാതിരുന്നത് എന്ന് അദ്ദേഹം ഈ നായ്ക്കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ ഈ നായ്ക്കുട്ടി പറഞ്ഞു, എനിക്കുറപ്പായിരുന്നു എന്തെങ്കിലും കിട്ടുമെന്ന്. ഈ മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള ബിസ്ക്കറ്റും ഭക്ഷണങ്ങളുമൊക്കെ ആ നായ്ക്കുട്ടിക്ക് വയറു നിറച്ചു കൊടുത്തു. സ്നേഹമുള്ളവർ, നമ്മുടെയൊക്കെ ദൈവിക സങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ചോദിക്കുമ്പോഴേ എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടണം. അങ്ങനെയാണെങ്കിൽ ദൈവമുണ്ട് എന്ന് ഞാൻ പറയുന്നു. പക്ഷേ എൻ്റെ കാര്യം സാധിക്കാതെ വരികയാണെങ്കിൽ ഉടനെ ഞാൻ നിരാകരിക്കുകയാണ്. ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദൈവിക സങ്കല്പങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ യുക്തിവാദികളുടെ എണ്ണം ഇന്ന് പലപ്പോഴും കൂടുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്താണ്? നമ്മുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളാണോ? നാളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണോ? അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണോ നമ്മളെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് നാളെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയല്ലേ? ഈ പ്രതീക്ഷ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? അത് ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ നിരാശരാകുന്നത്. മറ്റുള്ളവരെ കൊല്ലുവാൻ ശ്രമിക്കുന്നത് ഈ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ്. ആത്മഹത്യ ചെയ്യുന്നത് നമ്മിലുള്ള പ്രതീക്ഷ, നമ്മുടെ ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ അതുതന്നെയല്ലേ ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത്? അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ ഈ യുക്തിവാദികൾ, ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാർക്കും നാളെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ടല്ലോ. കാരണം വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും അവിടുന്ന് മഴ പെയ്യ്ക്കുന്നു എന്ന്. മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാളെയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ തന്നുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ നടക്കുകയാണ്. അതിന് ഈ യുക്തിവാദിയാണോ, ദൈവത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നൊന്നും ദൈവം നോക്കുന്നില്ല. നാളെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെടാതെ ജീവിക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്.
ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുമ്പോൾ നാളെക്കുറിച്ചുള്ള പ്രതീക്ഷയും വർദ്ധിക്കുന്നു. ഇന്നത്തെ ദിനത്തിൽ പ്രതീക്ഷയോടെ ജീവിക്കുവാൻ ദൈവത്തിലുള്ള വിശ്വാസം അനിവാര്യമാണ്. അതിനെ നിരാകരിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.